ദേശീയ അധ്യക്ഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. അതിന്റെ വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ തലവന്മാരെ തെരഞ്ഞെടുത്തു. അവർക്കെല്ലാം പൊതുവായ ചില സാമ്യങ്ങളും ഉണ്ടായിരുന്നു. ആ സാമ്യങ്ങൾ ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാൻ ബി.ജെ.പി. പരിഗണിച്ചത് RSS ബന്ധമടക്കമുള്ള നിരവധി മാനദണ്ഡങ്ങളാണ്. നിരവധി സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. അധ്യക്ഷന്മാർ ഇത്തരത്തിൽ നിലനിർത്തപ്പെടുകയോ മാറ്റപ്പെടുകയോ ചെയ്തിട്ടുമുണ്ട്. RSSുമായുള്ള ബന്ധം, സംഘടനാ പ്രവർത്തനത്തിലെ നീണ്ടകാല പരിചയ സമ്പത്ത്, താരതമ്യേന അപ്രശസ്തനായ വ്യക്തി എന്നീ മാനദണ്ഡങ്ങളാണ് പുതിയ പാർട്ടി അധ്യക്ഷന്മാർക്കായി ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ. ഈ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെ നിലനിർത്തുകയും അസം, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ജതീന്ദർ പട്ടോലെയും കിരൺ സിംഗ് ഡിയോയുമാണ് ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ് സംസ്ഥാന അധ്യക്ഷന്മാരായി നിലനിർത്തപ്പെട്ടത്. അസമിൽ ദമുജി നായിക്കും ഗോവയിൽ ദിലീപ് സൈക്കിയയുമാണ് പുതിയ അധ്യക്ഷന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇരുവരും RSSുമായി അടുത്ത ബന്ധമുള്ളവരുമാണ്. അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ജാതി സമവാക്യങ്ങളെയും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. ഗോവയിലെ ദിലീപ് സൈക്കി ഭണ്ഡാരി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. മഹാരാഷ്ട്രയിൽ താരതമ്യേന അപ്രശസ്തനായ നേതാവ് രവീന്ദ്ര ചവാനെയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് എന്നതിനാൽ മറാത്ത വിഭാഗത്തിൽ നിന്നുള്ള രവീന്ദ്ര ചവാനെയാണ് പാർട്ടി ദൗത്യമേൽപ്പിച്ചത്. ഇതിലൂടെ ഏതൊരു സാധാരണക്കാരനും ഒരു ദിവസം പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് എത്താം എന്ന സന്ദേശമാണ് പാർട്ടി നൽകാൻ ശ്രമിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബി.ജെ.പി. നേതൃത്വത്തിന്റെ പുതിയ മാനദണ്ഡം കേരളത്തിലെ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പിലും നിർണായകമായേക്കും. എന്നാൽ അതേസമയം ഈ മാസം 31-ന് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ പകുതി സംസ്ഥാനങ്ങളിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുമായിരുന്നു ബി.ജെ.പിയുടെ ആവശ്യം. 5 വർഷം പൂർത്തിയായവർക്കും മത്സരിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ കെ. സുരേന്ദ്രന് കേരളത്തിലെ സാഹചര്യത്തിൽ വീണ്ടും മത്സരിക്കാം. മറ്റാരൊക്കെ മത്സര രംഗത്ത് ഉണ്ടാകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്ന സാഹചര്യമാണ് കേരളത്തിലേത്. എന്നാൽ ജില്ലാ പ്രസിഡന്റുമാരെ 3 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. മാത്രമല്ല, പരിഗണിക്കപ്പെട്ടിരുന്ന 50 പേരുടെ പേരുകൾ മാറ്റം ചെയ്തതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇവർ സംസ്ഥാന പ്രസിഡന്റ് വോട്ടെടുപ്പിൽ നിർണായകമാകണം താനും. 5 വർഷം പൂർത്തിയായവർക്ക് മത്സരിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ഇനിയും മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു P.K. കൃഷ്ണദാസും M.T. രമേശ് വിഭാഗവും എല്ലാം തന്നെ. അതിനുശേഷമാണ് ആ തീരുമാനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്ന ഇതേ മാനദണ്ഡം അന്തിമ പട്ടികയിൽ ദേശീയ നേതൃത്വം പരിഗണിക്കില്ല എന്നാണ് ഇവരുടെ പ്രതീക്ഷയുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് ബി.ജെ.പിയിൽ പതിവുള്ളതല്ല. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം കെ. സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നു. മറുഭാഗത്ത് M.T. രമേശിന്റെ പേരും ഉയർന്നു വന്നു. മത്സരത്തിലേക്ക് വന്നപ്പോൾ M.T. രമേശ് പിന്മാറുകയും പകരം A.N. രാധാകൃഷ്ണനെയാണ് P.K. കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വച്ചത്. M.T. രമേശ്, ശോഭാ സുരേന്ദ്രൻ, A.N. രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതും. വോട്ടെടുപ്പ് നടന്നാലും കൂടുതൽ വോട്ട് കിട്ടുന്നവർ പ്രസിഡന്റ് ആകണം എന്നില്ല. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മറ്റൊന്നാകാനുള്ള സാധ്യതയുണ്ട്. ജില്ലാ കമ്മിറ്റികളിൽ മുൻതൂക്കം തങ്ങൾക്കുണ്ടാകുമെന്നതിനാൽ തന്നെ സുരേന്ദ്രൻ പക്ഷത്തിന് സംശയവുമില്ല. പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചുമതല കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ്. അദ്ദേഹം വരുന്നതിന് മുൻപ് കേരളത്തിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് നൽകാൻ മറ്റൊരു സംഘം നേതാക്കന്മാരെ ദേശീയ നേതൃത്വം നിയോഗിച്ചിട്ടുമുണ്ട്. അവർ വരും ദിവസങ്ങളിലെത്തി നേതാക്കളും പ്രവർത്തകരുമായും വരെ കൂടിക്കാഴ്ച നടത്താനുമുള്ള സാധ്യതയുണ്ട്. ഇനി വനിതാ പ്രസിഡന്റുമാരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതും ഇത്തവണത്തെ ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. 30 ജില്ലാ പ്രസിഡന്റുമാരിൽ 4 പേരെയെങ്കിലും വനിതകളാക്കാനുള്ള സാധ്യതയുണ്ട്. 2-3 ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രസിഡന്റ് പദം നൽകാനുള്ള സാധ്യതയുമുണ്ട്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും 1-2 പേരെ ജില്ലാ പ്രസിഡന്റുമാരാക്കാനും ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് കൈമാറിയ പാനലിൽ ഇത്തരം പേരുകൾ ഇല്ല എങ്കിൽ പാനലിന് പുറത്തുനിന്ന് ആളെ കണ്ടെത്തിക്കൊണ്ട് നിയമിക്കാനാണ് നിലവിലെ തീരുമാനമുള്ളത്.